1992 ഡിസംബർ 6 രാവിലെയാണ്. തലേദിവസം മുതൽ എത്തിക്കൊണ്ടിരിക്കുന്ന കർസേവകർ അയോധ്യയിലെ ബാബറി മസ്ജിദ് വളഞ്ഞു കഴിഞ്ഞു. ജയശ്രീറാം വിളികളും അലർച്ചകളും നിലവിളികളും മണ്ണിൽ നിന്നും ഉയർന്നു പൊന്തിയ പൊടിപടലങ്ങളും കൊണ്ട് ആകെ അരാജകത്വം നിറഞ്ഞ അന്തരീക്ഷം. പത്രപ്രവർത്തകർ ബാബറി മസ്ജിദിന് എതിർവശങ്ങളിലും ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളിലുമൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അരുതാത്തതെന്തോ നടക്കാൻ പോകുന്ന മട്ടാണ്. എല്ലാവർക്കും അതറിയാം. ഇന്ത്യ മുഴുവൻ ശ്വാസമടക്കി പിടിച്ചിരുന്നു. അങ്ങിങ്ങായി പോലീസുകാർ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് അസ്വാഭാവികതയോ ഭയമോ ഭീതിയോ നിഴലിക്കുന്നുണ്ട്. കൃത്യം 12 മണിക്ക് തിരക്കുകൾക്കിടയിൽ നിന്ന് തുളച്ചു കയറുന്ന ഒരു വിസിൽ മുഴങ്ങിക്കേട്ടു. വിസിൽ മുഴങ്ങിയതും കർസേവകർ അതിവേഗത്തിൽ ബാബറി മസ്ജിദിന്റെ ഭാഗത്തേക്ക് കൂട്ടത്തോടെ ഓടാൻ തുടങ്ങി. ബാബറി മസ്ജിദിന് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലികൾ അവർ തകർത്തു കളഞ്ഞു. നീളമുള്ള കയറുകൾ പള്ളിക്ക് മുകളിലേക്ക് വരിഞ്ഞു കെട്ടി അവർ അതിന്റെ മിനാരങ്ങളിലേക്ക് കയറി തുടങ്ങി. ചുറ്റികയും കമ്പികളും ഉപയോഗിച്ചുകൊണ്ട് അവർ അത് തകർക്കാൻ തുടങ്ങി. കൃത്യം 2 മണിക്ക് ആദ്യത്തെ മിനാരം തകർന്നു വീണു. കൃത്യം 3:30 രണ്ടാമത്തെ മിനാരവും തകർന്നു. ഏറ്റവും ഒടുക്കം 5 മണിയാകുമ്പോഴേക്കും അവർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ ഉൾപ്പെടെ മസ്ജിദ് മുഴുവനായും തകർത്തു കളഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തുമ്പോഴും അതീവ രാഷ്ട്രീയ വ്യഗ്രതയോടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഉച്ചിയിലിരുന്ന് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴുമൊക്കെ നമുക്ക് അമ്പലം എങ്ങനെ അമ്പലമായെന്നും പള്ളി എങ്ങനെ മരുപ്പറമ്പായെന്നും ഓർത്തെടുക്കേണ്ടതുണ്ട്. വർഗീയ വെറിയിൽ ഗാന്ധിയെ കൊലയ്ക്ക് കൊടുത്ത വിരോധാഭാസങ്ങളുടെ ഇന്ത്യയിലിരുന്ന് നാം അത്രയെങ്കിലും ചെയ്യണം. വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടവർ, അരനൂറ്റാണ്ടിന്റെ ഇന്ത്യൻ കലാപങ്ങളിൽ വെന്തുപോയവർ, കൊല ചെയ്യപ്പെട്ടവർ, ബലാത്സംഗത്തിനിരയാകപ്പെട്ടവർ, വാളിനും തീക്കുമിടയിൽ ഒന്നിനു വേണ്ടിയുമല്ലാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, പാലായനം ചെയ്യപ്പെട്ട, വീടും നാടും വിട്ട് ഓടിപ്പോയ, അങ്ങനെ എല്ലാത്തിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ 1000-എന്നോ 2000-എന്നോ എണ്ണമില്ലാത്ത ഇന്ത്യക്കാർ, അവരെല്ലാവരും ഈ ദിവസത്തിന് വേണ്ടി ഇരയാക്കപ്പെട്ടവരാണ്. ബാബറി മസ്ജിദിന്റെ ചരിത്രം തുടങ്ങുന്നത് 1528 ബാബർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്താണ്. അന്ന് ബാബറിന്റെ നിർദ്ദേശപ്രകാരം മിർ ബാക്കിയാണ് അയോധ്യയിൽ ബാബരി മസ്ജിദ് നിർമ്മിക്കുന്നത്. 15, 16, 17 നൂറ്റാണ്ടുകളിൽ ഒന്നും തന്നെ യാതൊരു പ്രശ്നങ്ങളും പള്ളിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ 1859 ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ മനഃപൂർവ്വമായി രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ബാബരി മസ്ജിദിന് ചുറ്റും വേലി കെട്ടി മറയ്ക്കുകയുമായിരുന്നു. മസ്ജിദിന് പുറത്തായി ഒരു ക്ഷേത്രം വേണമെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വന്നു തുടങ്ങിയത് 1885-ലാണ്. 1885 മഹന്ത് രഘുബീർ ദാസ് ആദ്യമായി ക്ഷേത്രം പണിയാനുള്ള അനുമതിക്ക് വേണ്ടി ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അന്നത്തെ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് ഈ അനുമതി നിഷേധിക്കുകയും തുടർന്ന് സമർപ്പിക്കപ്പെട്ട അപ്പീലുകളെല്ലാം തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ പിന്നീട് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വഴിത്തിരിവായ ഒരു സംഭവം ഉണ്ടാകുന്നത് 1949-ലാണ്. ആ വർഷം ഡിസംബർ 22 അർദ്ധരാത്രി ഒരു കൂട്ടം ഹിന്ദു വർഗീയവാദികൾ ബാബറി മസ്ജിദിനുള്ളിൽ കടന്നു കയറുകയും രാമവിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ വിഗ്രഹം സ്വയംഭൂവാണെന്നും രാമന്റെ അത്ഭുതമാണെന്നുമുള്ള തരത്തിലുള്ള കഥകൾ ആ കാലത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഹിന്ദു മഹാസഭ അംഗങ്ങൾ ബാബരി മസ്ജിദിനുള്ളിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം എടുത്തു മാറ്റണമെന്ന മുസ്ലിങ്ങളുടെ ആവശ്യത്തെ അന്നത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന KK നായർ തള്ളുകയാണ് ഉണ്ടായത്. അതിന് കാരണമായി പറഞ്ഞത് വർഗീയ കലാപം ഉണ്ടാകുമെന്നാണ്. തുടർന്ന് ബാബരി മസ്ജിദ് തർക്കസ്ഥലമായി പ്രഖ്യാപിക്കുകയും പ്രവേശനം വിലക്കുകയും പള്ളി പൂട്ടുകയും ചെയ്തു. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന KK നായർ അന്നത്തെ ജനസംഘത്തിൽ, അതായത് ഇന്നത്തെ BJPയിൽ ചേർന്നു എന്നതൊക്കെ പച്ചയായ ചരിത്രമാണ്. 1986 ഫെബ്രുവരിയിൽ ബാബരി മസ്ജിദിന്റെ ഗേറ്റുകൾ തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഫൈസാബാദ് സെഷൻ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കപ്പെടുകയും ജില്ലാ ജഡ്ജി ഹിന്ദുക്കൾക്ക് മാത്രമായി പൂജയ്ക്കും ദർശനത്തിനുമുള്ള അനുമതി നൽകുകയും ഗേറ്റുകൾ തുറക്കുകയും ചെയ്തു. ഇതിലെ അനീതി മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിങ്ങൾ അന്ന് ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ രേഖപ്പെടുത്തുന്നതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പള്ളിയുടെ ഗേറ്റുകൾ തുറന്നു കൊടുക്കപ്പെടുന്നത്. സെപ്റ്റംബർ 25, 1990
LK അദ്വാനിയുടെ നേതൃത്വത്തിൽ കുപ്രസിദ്ധമായ രഥയാത്രകൾ ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഈ രഥയാത്ര. ഗുജറാത്തിലെ സോംനാഥിൽ നിന്നും ആരംഭിച്ച് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ എത്തുന്ന തരത്തിലായിരുന്നു ഈ യാത്ര ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നത്. രഥയാത്രയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം അന്ന് കലാപങ്ങൾ അരങ്ങേറി. രഥയാത്ര കടന്നുപോയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങളിൽ നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു. അപ്പോഴൊക്കെ LK അദ്വാനി ജനങ്ങളെ കൊണ്ട് രാമജന്മഭൂമി പണിയും എന്ന് പ്രതിജ്ഞ എടുപ്പിക്കുകയായിരുന്നു. അന്നാണ് ജയ് ശ്രീറാം എന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും സഫലമായ സ്ലോഗൻ ജനങ്ങളിലേക്ക് കൂടുതൽ രൂക്ഷമായ രീതിയിൽ എത്തിക്കാൻ BJPക്ക് സാധിച്ചത്. 1992 ഡിസംബർ 6 രഥയാത്രയുടെ സമാപന സ്ഥലമായ അയോധ്യയിൽ BJPയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഒക്കെ നേതാക്കൾ അണിനിരന്നിരുന്നു. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ മുൻനിരയിൽ തന്നെയുണ്ട്. 1,50,000-ലധികം കർസേവകരാണ് അന്ന് അയോധ്യയിലേക്ക് പ്രവഹിച്ചത്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇതിലുണ്ടായിരുന്നു. പള്ളി തകർക്കുക എന്ന ലക്ഷ്യം കർസേവകർക്കിടയിൽ പരസ്യമായ രഹസ്യമെന്നോണം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. മസ്ജിദ് തകർക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് മുൻനിര നേതാക്കൾക്കിടയിലെല്ലാം തന്നെ ധാരണയുണ്ടായിരുന്നു. മാരകായുധങ്ങളും ഇരുമ്പ് വടികളുമായി അയോധ്യയിലെത്തിയ കർസേവകർ പദ്ധതികൾ അനുസരിച്ച് മസ്ജിദിന്റെ മതിലുകൾ തകർത്ത് ഉള്ളിലേക്ക് പ്രവഹിക്കുകയും പള്ളി തകർക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ ഓരോന്നോരോന്നായി നിലം പതിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാർ മസ്ജിദ് സംരക്ഷിക്കാനോ പ്രദേശങ്ങളിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെയും തദ്ദേശവാസികളായ മനുഷ്യരെയും സംരക്ഷിക്കാനോ യാതൊന്നും ചെയ്തില്ല. എന്ന് മാത്രമല്ല, വിന്യസിക്കപ്പെട്ട ഫോഴ്സുകൾ പള്ളി തകർക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാ ഭാരതി ഉൾപ്പെടെയുള്ള നേതാക്കൾ താഴെത്തട്ടിൽ നിന്ന് കർസേവകർക്ക് പ്രോത്സാഹനങ്ങളാണ് നൽകിയിരുന്നത്. ഡിസംബർ 6 വൈകുന്നേരം അയോധ്യയിലെത്തിയ ഹിന്ദു വർഗീയവാദികൾ രൂക്ഷമായ കലാപങ്ങൾ അഴിച്ചുവിട്ടു. മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും മുസ്ലിങ്ങളുടെ ഷോപ്പുകൾക്ക് തീയിടുകയും എണ്ണമറ്റ ആരാധനാലയങ്ങൾ കർസേവകർ തകർക്കുകയും ചെയ്തു. കണക്കുകൾ പ്രകാരം അയോധ്യയിലെ എല്ലാ മുസ്ലിങ്ങളുടെ വീടുകളും കടകളും കത്തിക്കുകയായിരുന്നു. 26-ലധികം പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഉടനീളം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മുംബൈ, സൂറത്ത്, അഹമ്മദാബാദ്, കാൺപൂർ, ഡൽഹി, ഭോപ്പാൽ എന്തിന് കേരളത്തിൽ വരെ കലാപങ്ങളും സംഘർഷങ്ങളും അരങ്ങേറി. 2000-ലധികം മനുഷ്യർ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. ഇതിനിടയിൽ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അക്രമങ്ങളുണ്ടായി. ക്യാമറകൾ തകർക്കുകയും വടികളും കല്ലുകളും ഉപയോഗിച്ച് ഉപദ്രവിക്കുകയും എന്തിന് ലൈംഗിക അതിക്രമം വരെ നേരിട്ടതിനെ കുറിച്ച് മാധ്യമപ്രവർത്തക രുചിര ഗുപ്ത ഓർത്തെടുക്കുന്നുണ്ട്. ബാബരി അനന്തരം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ച അന്വേഷണ കമ്മീഷനായ ലിബർഹാൻ കമ്മീഷൻ 68 പേരെ ബാബരി മസ്ജിദ് തകർത്തതിന്റെ പിന്നിൽ പ്രതി ചേർത്തു. BJPയുടെ നേതാക്കളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. വാജ്പേയി, അദ്വാനി, ജോഷി ഇവരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. UP മുഖ്യമന്ത്രിയായ കല്യാൺ സിംഗിനെതിരെയും റിപ്പോർട്ടിൽ രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. ബാബരി മസ്ജിദിന്റെ ഒടുക്കം അങ്ങനെ ഒരു ശൂന്യതയായിത്തീർന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അനീതിയെ നോക്കി ജനാധിപത്യ ഇന്ത്യ അങ്ങനെ അമ്പരന്നിരുന്നു. സംഘപരിവാറും അവരെ ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിച്ച ഹിന്ദുത്വ രാഷ്ട്രീയവും വിജയിച്ചു. അതുകൊണ്ട് തന്നെ ബാബരി മസ്ജിദ് ആധുനിക ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ മുറിവാണ്. അത് പൊളിച്ചതും അതിലേക്കെത്തിയ ക്രൂരമായ രാഷ്ട്രീയ ന്യായീകരണങ്ങളും കോടതി വിധിയും ശിലാസ്ഥാപനവും പ്രാണപ്രതിഷ്ഠയും അങ്ങനെ എല്ലാത്തിനും ഇന്ത്യ അതിന്റെ നടുപ്പറമ്പിലിരുന്ന് ദൃക്സാക്ഷിയാവുകയാണ്. ഒരു മതേതര ജനാധിപത്യ ബഹുസ്വര ഇന്ത്യ ഇവിടെ ഇനി അതിജീവിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ വലതുപക്ഷ തീവ്ര ദേശീയവാദ ഹിന്ദുത്വ ഇന്ത്യക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ കാര്യത്തിൽ ആർക്കും ലെവലേശം തർക്കമുണ്ടാവില്ല. ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങിയത് ഈ ഒരു ഇന്ത്യയിലേക്കായിരുന്നു. ചിലപ്പോൾ ഭരണഘടന തന്നെ ഒരു ലീഗൽ ഫിക്ഷൻ ആയിരിക്കും.